യുഎസും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയെ വധിച്ചതോടെ മധ്യപൗരസ്ത്യ മേഖല സമാനതകളില്ലാത്ത സംഘർഷമാണ് നേരിടുന്നത്. സൈനികമായ കയ്യൂക്കും ആക്രമണത്വരതയും എല്ലാ രാജ്യാന്തര മര്യാദകളും ലംഘിക്കുന്നതിന് ലോക ജനത ഒരിക്കൽ കൂടി സാക്ഷിയാവുകയാണ്. ഇതുവരെ അനുഭവിക്കാത്ത വിധത്തിലുള്ള നടുക്കത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾ. യുഎസും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തിയ വ്യോമാക്രമണവും ഇതിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലെ യുഎസ് സേനാ താവളങ്ങളിലേക്കും ഇസ്രയേലിലേക്കുമുണ്ടായ ഇറാന്റെ പ്രത്യാക്രമണവും ആശങ്കയോടെയാണ് ലോകം കണ്ടത്. ഇന്നലെ 6 ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. ഇറാൻ അനുകൂല നിലപാടിലായിരുന്ന ഒമാനും വ്യോമാക്രമണം നേരിടേണ്ടി വന്നു. സംഘർഷം 2ാം രാത്രി പിന്നിടുമ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും മിസൈലുകളുടെ ഉഗ്രസ്ഫോടന ശബ്ദമാണ് കേൾക്കാനായത്. ഇറാന്റെ ആണവ പദ്ധതി മരവിപ്പിക്കുന്നത് സംബന്ധിച്ച് ജനീവയിൽ 3ാം വട്ട ഇറാൻ-യുഎസ് ചർച്ചകൾ കരാറാകാതെ അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേലും യുഎസും ഇറാനിൽ ആക്രമണം നടത്തിയത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലായി 1 കോടിയോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുകയോ താമസിക്കുകയോ ചെയ്യുന്നുണ്ട്. സംഘർഷം രൂക്ഷമായാൽ ഇവിടെ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കേണ്ടി വരും. സംഘർഷക്കെടുതിയുടെ പ്രത്യാഘാതം ഏറ്റവും അധികം ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഈ വിഷയത്തിൽ ഇന്ത്യ എടുക്കുന്ന നിലപാട് നിർണായകമാണ്. സംഭവ വികാസങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ഇന്ത്യ സംയമനം പാലിക്കാനും സംഘർഷം ഒഴിവാക്കാനും അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഗൾഫ് മേഖലകളിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകളടക്കം റദ്ദാക്കിയിട്ടുണ്ട്. ഇറാനിലും ഇസ്രയേലിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെയുള്ള മുഖ്യ വിമാനത്താവളങ്ങളെല്ലാം അടച്ചുകഴിഞ്ഞു. പശ്ചിമേഷ്യയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും അശാന്തി ലോക സമാധാനത്തെ തന്നെ പണയം വയ്ക്കുന്നതിന് തുല്യമാകാതിരിക്കട്ടെ എന്നാണ് രാജ്യാന്തര സമൂഹം ആഗ്രഹിക്കുന്നത്. അടിക്കുന്നവരും തിരിച്ചടിക്കുന്നവരും സമാധാനം ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം പേരെ കാണാതെ പോകുന്നതാണ് ദുരന്തം. ഇപ്പോഴത്തെ സംഘർഷത്തിന് അറുതി വരുത്താൻ ഐക്യരാഷ്ട്ര സംഘടനയും ലോകരാഷ്ട്രങ്ങളും സാധ്യമായതൊക്കെ ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയാൻ മനോരമ online.com സന്ദർശിക്കുക.